നുണക്കുഴിക്കവിളിൽ നഖചിത്രമെഴുതും താരേ താരേ ഒളികം മുന കൊണ്ട് കുളിരം പെയ്യണതാരേ. ഇപ്പഴത്തെ പാട്ടാണ്. പിന്നെ അത് പാടുന്ന ആളാണ് ഉണ്ടായിരിക്കണേ. അല്ലല്ല, ബേസിൽ അറിയില്ലേ ഞങ്ങൾ കണ്ടുപിടിച്ചത് പഴയ പാട്ടാണ് കേട്ടോ. നല്ല പാട്ടാ. സോങ് റിലീസായി. നുണക്കുഴിക്കവിളിൽ നഖചിത്രം എഴുതുന്നത് പഴയ പാട്ടാണ്. പുതിയ പാട്ട് ഇപ്പൊ ചെയ്തല്ലേ? ഞങ്ങള് 4 പേരും പറഞ്ഞിട്ട് വിശ്വാസമില്ല. അല്ല, ഒരാൾക്ക് അത് പാടാൻ പറ്റുന്നില്ല. ബേസിൽ മാത്രം ഒറ്റയ്ക്ക് പാടിയ നോക്കട്ടെ. നുണക്കുഴിക്കവിളിൽ നഖചിത്രമെഴുതും താരേ താരേ. എന്നിട്ടും ഇത്ര വിശ്വാസമില്ല. ആ പടത്തിന്റെ പേരും കൂടെ പറയാം എന്തായാലും. നുണക്കുഴിക്കവിളിൽ. ശരി, ഓക്കെ, മതി. പോവാറായിട്ടില്ല. അത് എന്റെ ഇരിക്കണ്ട നമുക്ക്. തൽക്കാലം ഈ പുണ്യ സ്ഥലത്ത് അതെ, നുണക്കുഴിനെ പറ്റി അടുത്ത പുണ്യസ്ഥലം നിങ്ങള് കുറച്ച് ഡീസന്റ് പിള്ളേരാണ് കേട്ടോ. നുണക്കുഴിനെ പറ്റി നിങ്ങൾ ഇത്ര ജനറേഷൻ കൊണ്ട് എന്താ കാണിച്ചത്? ഇപ്പൊ ഞാൻ മെച്ചോർഡ് ആയിട്ട് ബിഹേവ് ചെയ്തിപ്പോ. മെച്ചൂരിറ്റി ആയിരുന്നു. അതെ, ഓക്കെ. അപ്പം നുണക്കുഴി എന്ന പടം എന്ന് റിലീസ് ആവുന്നു പറയും? ഓഗസ്റ്റ് 15. അതാണ് നേരത്തെ പറഞ്ഞത്. ഓഗസ്റ്റ് 15 നുണക്കുഴി തിയേറ്ററുകളിൽ റിലീസാണ് അല്ലേ? പറയും പ്രേക്ഷകരോട് എല്ലാരും വന്ന് കാണണം. ആളുകൾ വന്ന് കണ്ടോളൂ, ഉറപ്പായിട്ട് വരും. ജിത്തു ജോസഫിന്റെ പടം, ബേസിൽ ജോസഫ് അഭിനയിച്ചിരിക്കുന്നു. നുണക്കുഴി എന്ന് പറഞ്ഞിട്ട് വേറൊരു ജോണറിലുള്ള സിനിമ. എന്തായാലും ആളുകൾ വരും. പ്രേക്ഷകർക്ക് ഇത് ഈ പടം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാലും നമ്മളൊന്നുകൂടെ അഭ്യർത്ഥിക്കും. ഇപ്പൊ റീസെന്റ് ആയിട്ട് എടുത്ത പടങ്ങളൊക്കെ കുറച്ച് മിസ്റ്ററി ഉണ്ട്. നമ്മുടെ നേര്, പിന്നെ ജോസൂട്ടിയുടെ കഥ. നേരില് മിസ്റ്ററി ഒന്നുമില്ല. ഉണ്ട്, ഒരു മിസ്റ്ററി ഇല്ല. ആ പയ്യൻ തന്നെയാണ് എങ്ങനെ ഇത് ഡീകോഡ് എന്നുള്ളതൊരു മിസ്റ്ററി ആണല്ലേ? എന്താ എനിക്ക് അങ്ങനെ തോന്നി. എന്ത് ചെയ്യാൻ ഞാൻ? എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഇതിന്. ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഇതിന് എന്തെങ്കിലും കുട്ടി ഒന്ന് ചെയ്യേണ്ടി വരും. അതെ, നിങ്ങൾ നുണക്കുഴിയാണ് പ്രൊമോട്ട് ചെയ്യാമെന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ കിടന്ന് നുണ പറയരുത്. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ടുള്ള ഒരു പുണ്യ സ്ഥലമാണ്. ഇയാളാണ് നുണ പറയൂല എന്ന് പറഞ്ഞത്. പറയണം പ്ലീസ്. ശരിക്കും 3 മിസ്റ്ററി ഉണ്ട്. ഇതെന്ത് 2? 3. അത് തന്നെ ഒരു മിസ്റ്ററിയാ. എനിക്ക് ഈ 3 എന്ന് പറയുമ്പോ എനിക്കൊരു ഡയലോഗ് ഓർമ്മ വരും സിദ്ദിഖയുടെ. അതായത് എന്റെ നഷ്ടപ്പെട്ട 3 കോടി വീണ്ടെടുക്കാൻ ഞാൻ 5 കോടി വരെ ചെലവാക്കാൻ തയ്യാറാണ്. അങ്ങനത്തെ ആളാണ് ഞാൻ. അത് മനസ്സിലാക്കണം. ആ ഡയലോഗൊക്കെ പറയുമ്പോ ആലോചിച്ചിട്ടുണ്ടോ ഇതൊരു ലോജിക്ക് ഇല്ലല്ലോ എന്ന്? ലോജിക്ക് ഇല്ലാതെയാണ് അയാൾ പറയുന്നത്. അത്